They
കർത്തൃദിവസത്തെ വിശ്വാസത്തോടുകൂടെ ആത്മാവിനും സത്യത്തിലും നമുക്ക് മഹത്വപ്പെടുത്താം. സകല സ്ത്രീകൾക്കും ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവമേ, സിയോനെ സ്തുതി, അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നിർച്ചരിക്കുന്നു. ദൈവമേ, സകലവും അങ്ങയിലേക്ക് വരുന്നു. യഹോവയുടെ വാതിലുകളെ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരികയും യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുകയും യഹോവ നല്ലവനല്ലോ, ദൈവമേക്കുമെന്ന് അവിടുത്തെ വിശ്വസ്ത തലമുറയായിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മൾ നിർമ്മിച്ചായി ഇവിടെ മുന്നിൽ മുട്ടുകൊത്തുക. അവിടെ നമ്മുടെ ദൈവമാകുന്നു, നാം അവിടെ ജനങ്ങളുടെ കൈകളാടുകയും തന്നെ യഹോവയുടെ പർവ്വതത്തിലായ അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആറ് നിൽക്കും. വെടിപ്പുള്ള കയ്യിൽ ചെയ്യാതെയിരിക്കുന്നവൻ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനമുണ്ട്. ഞങ്ങളുടെ ദൈവത്തോട് മത്സരിച്ചു. അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണം പ്രകാരം നടക്കാൻ ഞങ്ങളുടെ ദൈവമായ ഇടവചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നൊരുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ഞങ്ങൾ വികസിക്കുകയില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായോട് എല്ലാവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ അപ്പോൾ ഞാൻ സ്വർഗത്തോട് അങ്ങയുടെ ഭാവം ചിന്തിക്കുന്നു എന്ന് പറയും. നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് മുഖപ്പെടുത്താം. എന്റെ മാറിയുമായി പോയി എന്റെ വായുടെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവ്വശക്തിയുള്ള ദൈവത്തിന്റെ ഇടപെട്ട കരുണയാൽ സ്നേഹത്താലും നമ്മുടെ പാപങ്ങളും കുറവുകളും ജീവിതത്തിൽ മോചിക്കപ്പെട്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെ ദൈവകരങ്ങൾ അർപ്പിച്ചുകൊണ്ട് തുല്യത്തോടും ദൈവത്തിന്റെ കൃപാസനത്തിന് മുമ്പിൽ നമ്മുടെ മുഴങ്കാലുകൾ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഉണർന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ആരാധനക്രമം 11-ാമത്തിലുള്ള അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ദൈവമേ, അങ്ങയുടെ തക്കവണ്ണത്തിനോട് കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ കരുണ പ്രകാരം എല്ലാം ഞങ്ങൾ മാനിച്ചു തരണമേ. നന്നായി കഴിയുക, അകത്തെ പോക്കണം. എൻ്റെ പാപം നീക്കി എന്നെ വിളിക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അങ്ങയോട് ഞാൻ പാപം ചെയ്തു. അങ്ങേ കനിഷ്ഠമായി ഞാൻ ചിന്തിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായി, ഇരിക്കുമ്പോൾ നിർമ്മലനായിരിക്കണമേ. ദാനകരമായി പാപത്തിൽ എന്നെ അമ്മയെ വിളിച്ചു. അന്തർഭാഗത്തെ സത്യമല്ലോ അംഗീകരിക്കുന്നത്. അന്തരംഗത്തിൽ ഞാൻ അംഗീകരിക്കണമേ. ഞാൻ നിർമ്മലാകണമേ. സോപ്പുകളെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഇവിടത്തെക്കാൾ വെളുപ്പെടുന്നതിനെ കഴിയണമേ. സന്തോഷവുമാണെന്നതിനെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് ശാസ്ത്രികൾ രസിക്കട്ടെ. എൻ്റെ പാപങ്ങൾ കാണാതെ അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകത്യങ്ങളൊക്കെയും ആഴ്ച കഴിഞ്ഞ് ദൈവമേ, ദുർബലമായ ദൈവം ശ്രദ്ധിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എടുക്കുകയും അവിടുത്തെ രക്ഷയുടെ സന്തോഷത്തെ തിരികെ തരണമേ. മനസ്സിലുള്ള ആത്മാവിനെ കാണണമേ. ആമേൻ. നമ്മുടെ കുറവുകളുടെ ദിവസത്തിൽ സമർപ്പിച്ച് നമുക്ക് പാപമോചനം നൽകിയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോട് അനുതാപത്തോടും കൂടെ ആയിരിക്കാം. എൻ്റെ നിമിത്തം ഞാൻ ക്രമങ്ങൾ മാനിച്ചു കഴിയുന്നു. ദൈവമേ, എൻ്റെ പാപങ്ങൾ ഓർക്കുകയില്ല എന്നീ പോയാൽ ദൈവം അരുളി ചെയ്യുന്നു. ദൈവം നടത്തിയ ഞങ്ങളെ ഓർക്കുന്നു. ഒരാഴ്ചക്കാലം നിങ്ങളെല്ലാം കുടുംബങ്ങളെല്ലാം രോഗത്തിൻ്റെ ഭാരത്തിൽ സാമ്പത്തികമായ മറ്റു ബുദ്ധിമുട്ടുകളിൽ സൂക്ഷിച്ച് ഓരോ ദിവസം വേണ്ട ആഹാരം വസ്ത്രപാത്രത്തെയെല്ലാം ദൈവം അനുഗ്രഹിച്ചു നൽകുന്നതിനായി ആ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം ശരിക്കും എല്ലാ നന്മകളെ ഓർത്തുണ്ടാകും. ഒരു കാലത്തിന്റെ ശേഷം നമുക്ക് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും
പരിപാലിക്കുകയും രോഗങ്ങളിലും മറ്റു പ്രതിസന്ധികളും നേരിടുകയും ചെയ്തേക്കായി അവിടുന്ന് ഞങ്ങൾ നടത്തണം. ദൈവങ്ങളെ ഞങ്ങൾ സൂക്ഷിക്കും. യേശു മുഖാന്തരം പ്രാർത്ഥനകൾ പിതാവേ, ആമേൻ. ഈ സമയം നമുക്ക് സങ്കീർത്തനങ്ങളിൽ നമുക്ക് പങ്കുചേരാം. സങ്കീർത്തനം 27 നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 27 നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെയും ഭയപ്പെടും. യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെയും പേടിക്കും. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസത്തിനുമായിട്ട് അടുക്കുമ്പോൾ കയറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാടും തുടങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർപ്പെടുന്നില്ല. അനന്ത ദിവസത്തിൽ അവൻ എൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിനെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൻ്റെ ഘോഷയാത്രയെ അറിയിക്കും. ഞാൻ യഹോവയ്ക്ക് പാടിക്കുകയും ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് ഉത്തരം നൽകണമേ. എൻ്റെ മുഖം അന്വേഷിക്കുന്ന നിങ്ങൾ കൽപ്പന പത്രത്തിൻ്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുത്. അടിയ കോപത്തോട് നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. എൻ്റെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവയെ നിന്റെ വഴിയെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾക്ക് നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ വൈദികളുടെ ഇഷ്ടത്തിനാണ് എന്നെ വിശ്വസിക്കരുത്. കള്ളസാക്ഷികൾ വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ള ദേശത്ത് ഇവിടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ പ്രശ്നം. യഹോവയെ പ്രത്യാശിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയിൽ പ്രത്യാശിച്ച് കൊള്ളുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ എപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. സമയം നമുക്ക് തിരുവചനം വായിച്ചു. വായിക്കുവാൻ നൽകപ്പെട്ട തിരുവചന വേദഭാഗം യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ഹിസ്കിയാവിനെ മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടി തിരുമുൻപിൽ നടന്ന് എനിക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും എന്ന് യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്നും ഇത് നിനക്ക് ഒരു അടയാളമാകും. ആകാശത്തിന്റെ കടിവാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിക്കുമാറാക്കും. അങ്ങനെ സൂര്യൻ കടിവാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. അങ്ങനെ സൂര്യൻ കടിവാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. നാം കേട്ടത് ദൈവവചനം. ദൈവമേ അങ്ങേക്കു സ്തോത്രമുണ്ടാകട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവെഴുത്തുകൾ നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെ. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ
സാക്ഷ്യങ്ങളോടും വലിയ പുരുഷാരത്തിലൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബദ്ധമായി കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നു. നസറേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു തുടങ്ങി. അപ്പോൾ യേശു നിന്നു അവനെ വിളിക്കുവിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പും ഇട്ട് കളഞ്ഞു ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച സ്ഥാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോവുക, നിന്റെ വിശ്വാസം നിരക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച സ്ഥാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. ക്രിസ്തുവേ അങ്ങേക്കു സ്തുതിയുണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം നമുക്ക് ചേർന്നില്ല. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചതേ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിനെ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിതത്തെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മനുഷ്യരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ ഒരുക്കാൻ പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ സന്നിധി ഞങ്ങൾ പ്രാർത്ഥനയോടെ ഞങ്ങൾ കടന്നുവരുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഒരു നിമിഷം കൂടെ അപ്പൻ്റെ വാത്സല്യ സന്നിധി പങ്കിടുവാൻ നൽകിയായിരുന്നു. ദൈവമേ, ഭവനങ്ങളിലായി നമ്മൾ ഈ വധശബ്ദം ശ്രദ്ധിക്കുന്ന ഓരോ മക്കളെയും അവിടെ അനുഗ്രഹിക്കണം. അവരായിരിക്കുന്ന തലങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും ഈ സംഘർഷഭരിതമായ വേളകളിൽ ആകുലതകളും രോഗങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഈ വേളകളിൽ തങ്ങളായിരിക്കുന്നതിന് ദൈവത്തെ ഭയപ്പെടുന്നതിനും ദൈവവുമായി ഒരു വഴി കൂടെ ഉയരുന്നതിനും ഈ നാളുകളിൽ കോവിഡ് എന്ന മഹാമാരി രാജ്യത്തെ മുഴുവൻ ലോകരാജ്യങ്ങൾ മുഴുവൻ ഒഴുകിയിരിക്കുമ്പോൾ സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ ദേശം സുരക്ഷിതമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും അവിടെ നൽകുന്ന സുരക്ഷിതത്വത്തിൽ ഞങ്ങൾ ഇന്നയോളം ജീവിക്കുന്നു എന്ന് മാത്രം അങ്ങയുടെ കരുണ കൊണ്ട് ദയ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവമേ, രോഗത്താൽ ഭാരത്താലായിരിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കണം. സൗഖ്യം, ആരോഗ്യം നൽകണമേ. തൊഴിൽ മേഖലകൾ നൽകണമേ. ഈ നാളുകളിൽ ഞങ്ങളുടെ ലോകം എല്ലാ മേഖലകളും അടയപ്പെട്ടിരിക്കുമ്പോൾ കർത്താവെ, ഉപജീവനം ചെയ്യാൻ നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ തങ്ങളുടേതായ അധ്വാന മേഖലകൾ ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന നാളുകളിൽ കർത്താവെ, ഭാഗ്യമായിട്ടുള്ളതായ നന്മകളുടെ വഴികളെ കർത്താവ് തുറന്നു നൽകുകയും പട്ടിണികളോ ക്ഷാമങ്ങളോ മറ്റു ദുരിതങ്ങളോ ഭാരങ്ങളോ ഇല്ലാതെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹമായിട്ട് ദൈവം അവിടുന്ന് പുലരുവാൻ വേണ്ട സമൃദ്ധി ആകാശത്തിലെ വെളിവാതിൽ തുറന്ന സ്ഥലം ഒരാൾ വരുമ്പോഴും അനുഗ്രഹം ചെയ്യുമെന്ന് പറഞ്ഞ ദൈവശബ്ദം ഓരോ മക്കളും കേൾക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഭവനങ്ങളിലായി തങ്ങൾ തന്നെ ഒരുക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും തങ്ങളുടെ കുടുംബത്തെ ഓർത്ത് മക്കളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തങ്ങളുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ പല ആവശ്യങ്ങളും ഭവനങ്ങളിൽ മുടങ്ങിയിരിക്കുമ്പോൾ പലവിധമായ സാമ്പത്തിക സ്രോതസ്സുകളും അടയപ്പെട്ടിരിക്കുമ്പോൾ കർത്താവെ, ജീവിതത്തിൽ നടത്താമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളിലും മുടക്കം സംഭവിച്ചിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം എല്ലാ വഴിയുമാണെന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ. ഭവനങ്ങളിലായിരിക്കുന്നവരെ വിടിയിരിക്കണമേ. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും നൽകണമേ. പുലിവേല ചെയ്യുന്നവർക്ക് നന്മകളെ ഉപജീവന മേഖലകളിൽ തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സുരക്ഷിതമായി സൂക്ഷിക്കണമേ. ആരോഗ്യം ഉപയോഗം നൽകണമേ. രാജ്യസേവനങ്ങളായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് കർത്താവെ, വാഹനം നിയന്ത്രിക്കുവാൻ സാഹചര്യങ്ങളെ കർത്താവോട് തുറന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വഴികളും വാതിലുകളും അടയപ്പെട്ടിരിക്കുന്ന വഴികളെയും വാതിലുകളെയും സ്വർഗ്ഗത്തിൽ ദൈവം തുറന്നു കൊടുക്കണമേ. അവിടുന്ന് രോഗികളുടെ പേര് അവിടുന്ന് മനസ്സറിയുന്നതിലേക്കായി നദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി കർത്താവെ, ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന എത്രയോ ലക്ഷങ്ങൾ മരണത്തിൽ മുമ്പ് ഒതുങ്ങിയിരിക്കുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ആശുപത്രികളിൽ ഈ കോവിഡ് വൈറസിൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ ലോകരാജ്യങ്ങളെയും ഇന്ത്യ മഹാരാജ്യത്തെയും ഞങ്ങളുടെ സംസ്ഥാനത്തെയും കേരളത്തെയും ഓരോ ജില്ലകളെയും ഞങ്ങളുടെ രാജ്യങ്ങളെയും ദേശവാസികളെയും
കർത്താവ് സുരക്ഷിതമായി സൂക്ഷിക്കണമേ. കർത്താവ് ഞങ്ങൾ ദുർദാസ്യതയിലല്ല, ദൈവമേ ഞങ്ങളെ ഭയപ്പെടുന്നവരായിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. അവിടുന്ന് ഓരോ മക്കളെയും സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഷ്ടതകളിൽ ഏറ്റവും അടുത്തുണിയായിരിക്കണം. പ്രതിസന്ധികളിൽ ദൈവനടുത്ത് എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹമായി സൂക്ഷിക്കണം. രോഗങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ എല്ലാ മക്കളെയും വിടുവിച്ച് കർത്താവിന്റെ കൃപ കൊണ്ട് ഓരോ കുടുംബങ്ങളെയും വീണ്ടെടുത്ത് പൂർണ്ണമായും ദൈവാശ്രയ ബോധമുള്ളവരായി ദൈവത്തെ ഭയപ്പെടുന്നവരായി യഹോവാനുഗ്രഹമായിരിക്കുന്ന കുടുംബം ഭാഗ്യമുള്ളത്. യഹോവയെ ഭയപ്പെട്ടവരെ വഴി നടത്തുന്ന ഏത് കുടുംബവും ഭാഗ്യമുള്ളത്. അപ്രകാരം ഓരോ മക്കളെ സുരക്ഷിതമായി സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ദേശവാസികളെ ഓരോ കുടുംബങ്ങളെയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കായി, ഡോക്ടേഴ്സ്, നഴ്സ്, പ്രദേശം ഞങ്ങളുടെ ഭരണാധികാരികൾക്കായി, ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കായി, കർത്താവ് ഞങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ കുടുംബത്തെയും മറന്നുകൊണ്ട് പൊതുജനത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി അവരെടുക്കുന്ന കഠിനാധ്വാനങ്ങളെ ദൈവം മാനിക്കുകയും അവിടെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അതിനുവേണ്ടി നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരിമാർക്കായി, ഞങ്ങളുടെ ആരോഗ്യമന്ത്രിക്കായി, പ്രത്യേകിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കായി, എല്ലാ വ്യക്തിജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപ കൊണ്ട് നിൽക്കണം, അനുഗ്രഹിക്കണം, ആശീർവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നൽകണം. യേശു മുഖാന്തരം പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണം പിതാവേ. ആമേൻ. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്തുതിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുശം സുഖപോലെ വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ രക്ഷകർത്താവേ സർവദോഷം നിർവഹിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും കൂടുതലോ. ആമേൻ. സമയം പാഠ്യപുസ്തകത്തിലെ 61-ാമത്തെ നമുക്ക് ചേർന്ന് പാടാം. ഗീതം 61. കർത്തനേ
നയിക്കുകയും ഞങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ കൈക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും ഉതകുന്നതായി കരുതപ്പെടുവാനും ആ ദൈവികമായ നല്ല മൂല്യങ്ങളെ ജീവിതത്തിൽ സംരക്ഷിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇത് ഞങ്ങളുടെ ആപത്തുകളിൽ, രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ ദൈവത്തിന് ഞങ്ങളുടെ വഴികാട്ടിയായി മാറുവാൻ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ വചനത്തിന്റെ കാന്തീയവും പാതയ്ക്ക് പ്രകാശവും വചനത്തിന്റെ ഉള്ളറകളെ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കാൻ അവിടുന്ന് സഹായിക്കണം. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. തങ്ങൾ തന്നെ വചനം കേട്ടുകൊണ്ട് ചലിക്കാതെ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ കൂടുതലായി ഒരുക്കുന്നവരായിരിക്കാൻ സഹായിക്കും. ക്രിസ്തു മുഖാന്തര പ്രാർത്ഥനകൾ അനുഗ്രഹിക്കണം പിതാവേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും ഒരു വിശുദ്ധ പ്രഭാതം കൂടെ കാണുന്നതിനും ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളിലൂടെ ദൈവത്തെ നാം ആരാധിക്കുകയും ദൈവശബ്ദങ്ങൾ ഭവനങ്ങളിൽ ആയിരിക്കുന്നിടത്ത് ശബ്ദപരിധിക്കുള്ളിൽ, ശബ്ദസീമയ്ക്കുള്ളിൽ കേൾക്കുന്ന എല്ലാ ദൈവജനത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത്രയും വേഗം സമൂഹമായി ദൈവാലയത്തിൽ കടന്നു വന്ന് ആരാധിക്കുവാൻ കർത്താവ് എല്ലാ സാധ്യതകളും എല്ലാ വഴികളെയും വലിയ രോഗവ്യാപനത്തിൽ നിന്നാണ് ഒരു മുക്തി ലഭിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഈ നാളുകളിൽ നമുക്ക് ഒരു സമൂഹമായി, കുടുംബമായി, ഒരു സഭയായി ഏകമനസ്സോടെ ഏകഹൃദയത്തോടുകൂടെ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കണം. പാഠഭാഗമായി വായിച്ച വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യം. യേശു അവനോട്, പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. യേശു അവനോട്, പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. സുവിശേഷ മൂല്യങ്ങളിൽ ഏറ്റവും ശക്തി ഉണർത്തുന്നതും ഒരു സൗഖ്യത്തിൻ്റെ മാറ്റൊലി ഉയർത്തുന്നതുമാണ് ഈ ദിമായി എന്ന് പറയുന്ന കുരുടൻ്റെ സൗഖ്യം എന്ന് പറയുന്നത്. ജീവിതത്തിൽ അവൻ കുരുടനായി അന്ധതയുടെ ലോകത്തിൽ ജീവിച്ച മനുഷ്യൻ. കുടുംബത്തെയോ സമൂഹത്തെയോ വ്യക്തികളെയോ കാണുവാൻ കഴിയാതെ ഇരുളിൽ തപ്പിത്തടയുന്ന ജീവിതം. ഇരുളുകൊണ്ട് ഒരിക്കലും ഒരു ജീവിതം പൂർണ്ണമാക്കുവാൻ നമുക്ക് കഴിയത്തില്ല. സ്വാഭാവികമായി അന്ധതയുടെ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സമീപിക്കുമ്പോൾ അവൻ്റെ ജീവിതം ഒരു തൃപ്തികരമല്ലാത്ത ജീവിതമാണ്. സാധാരണ ഇരുളിനെ നീക്കി അല്ലെങ്കിൽ തപസ്സനുഷ്ഠിക്കുന്ന സന്യാസിമാർ ഏകാഗ്രമായി കണ്ണുകളടച്ച് അന്ധതയുടെ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിലെ മറ്റ് വിഭാഗീയതകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ദൈവചൈതന്യം അനുഭവിക്കുവാൻ, ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ അവർ തങ്ങളുടെ കർത്തവ്യങ്ങളെ, കടമകളെ വളരെ പൂർണ്ണ മനസ്സോടെ ഏകാഗ്ര ചിന്തയോടുകൂടെ ചെയ്യാറുണ്ട്. അത് ദൈവസാന്നിധ്യത്തിൻ്റെ മേലുള്ള ഒരു വലിയ സമീപനമാണെങ്കിൽ ഇത് ജീവിതത്തിലേക്കുള്ള ഒരു മടങ്ങി വരവിൻ്റെ ഒരു വെല്ലുവിളിയാണ്. ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള, ലോകത്തെ കാണുവാനുള്ള, ഉറ്റവരെയും ബന്ധുക്കളെയും ഉടയവരെയും കാണുവാനുള്ള ഒരു വലിയ ഒരു ആകുലത ഈ ദിമായിയുടെ ഉള്ളിൽ കിടന്ന വെമ്പൽ കൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അതുതന്നെയാണ്. സമ്പത്തോ മറ്റ് പദവികളോ ഉയർച്ചകളോ അല്ല അവൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് തന്നിരിക്കുന്ന ഒരു സുന്ദരമായ ജീവിതം, പിറവിയിലെ ഞാൻ അന്ധതയുടെ ലോകത്താണ് ജനിച്ചു വീണത്, ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ധതയുടെ ഒരു ലോകത്തെയാണ്. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നമ്മൾ എത്ര കോടികൾ കൊണ്ട് നൽകിയാലും അവന് അതിനോട് തൃപ്തി ഉണ്ടാകുന്നില്ല. സ്വന്തം കണ്ടുകണ്ട് കാണുവാൻ കഴിയാത്ത ഒരു വസ്തുവിനോട് എന്ത് തൃപ്തിയാണ് ഉണ്ടാവുക? കയ്യിൽ കുറേ കാശുണ്ടെങ്കിലും, എന്ത് വിലപിടിപ്പുള്ള സാധനമുണ്ടെങ്കിലും അവന് കണ്ണ് അന്ധമായിരിക്കുന്നിടത്തോളം കാലം അവൻ അതിനോട് ഒരു തൃപ്തിയും ഉണ്ടാകത്തില്ല. തൻ്റെ ശരീരത്തോട് പോലും അവനൊരു മാന്യത ഉണ്ടാകുന്നില്ല. കാരണം ഞാൻ വസിക്കുന്ന ശരീരം ആവുന്ന ഒരു മന്ദിരം അന്ധതയുടെ ലോകമാകുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കുവാനായി കഴിയുക? അങ്ങനെ
അവൻ വേദനയിലും കണ്ണുനീരിലും നാളുകൾ നീക്കുകയാണ്. കണ്ണുനീരുകൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് തള്ളിവിടുകയാണ്. അവന്റെ പുറമെയുള്ള അന്ധത ഉള്ളിൽ കണ്ണുനീരിന്റെ പ്രതിധ്വനി ഉയർത്തുന്നു. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അതൊരു നിലവിളിയായി ഉയർന്നു വരുന്നു. കഠിന വേദനകൾ ഉള്ളിൽ എത്ര ഒതുക്കിയാലും അത് ഒതുങ്ങില്ല. അതിവേഗം ഒരു നിലവിളിയുടെ സ്വരമായി അത് പുറത്തേക്ക് നിർഗമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രോഗമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയാത്ത ഏത് അവസ്ഥകളാകട്ടെ, അതൊരു നമ്മുടെ പരിമിതിക്കുള്ളിൽ നിൽക്കില്ല എന്ന് തോന്നുമ്പോൾ അത് കണ്ണുനീരായി മാറുന്നു, നിലവിളിയായി മാറുന്നു, വേദനയുടെ അനുഭവമായി മാറുന്നു. അതല്ലേ ഇന്ന് നാം ലോകത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. മനുഷ്യൻ എന്ത് കൈക്കുള്ളിലുണ്ടെന്ന് പറഞ്ഞാലും, സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, പ്രൗഢിയുണ്ടെന്ന് പറഞ്ഞാലും, സ്ഥാനമാനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, അവന്റെ സമ്പത്തിന് അവനൊരു സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ല. അവനുള്ളതായ വലിയ വലിയ നന്മകൾ അവന്റെ രോഗത്തിന് സൗഖ്യം കൊടുക്കുവാൻ കഴിയുന്നില്ല. അവന്റെ കയ്യിലുള്ള സമ്പത്തുകൾ അവനെ അറിയാതെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ കോവിഡ് എന്ന മഹാമാരി ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ അപകരിച്ചിരിക്കുമ്പോൾ നാം വാസ്തവമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്, അവരുടെ കുടുംബം ഏറ്റവും ഉന്നതിയും പ്രൗഢിയുമുള്ള കുടുംബങ്ങളാണ്. കേരളത്തിൽ നിന്നും പല കുടുംബങ്ങളും വിദേശ രാജ്യങ്ങളിൽ കുടിയേറി പാർക്കുന്നുണ്ട്. ജോലിയുടെ ജോലിയുടെ നിലയിലും മറ്റു ഇതരമായ വ്യവസായങ്ങൾ, മറ്റു കാര്യങ്ങളിലും. എന്നാൽ അവർ പോലും എത്രയോ വ്യവസായ പ്രമുഖന്മാർ ഈ കോവിഡ് എന്ന വൈറസിൽ ജീവിതം ബലികഴിക്കേണ്ടി വന്നു. അവരുടെ മൃതശരീരം പോലും നാട്ടിൽ കൊണ്ടുവരുവാൻ കഴിയാത്ത അനുഭവങ്ങൾ. സ്വന്തം ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ തങ്ങളുടെ ജീവനന്റെ ശരീരം പോലും കൊണ്ടുവരുവാൻ കഴിയാതെ, ആരും അറിയാതെ, അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് മാത്രമാണ് ലഭിക്കുന്നത്. അവിടെ ശരീരം എന്ത് ചെയ്യുന്നത് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, ഈ നാളിൽ നമ്മളെ ഉണരേണ്ടതുണ്ട്. അന്ധത വലിയൊരു നഷ്ടമാണ്. പലതിനെയും തന്നിൽ നിന്ന് മറക്കുന്നു, സ്നേഹബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നു. പലരും നൽകുന്ന ചില നാണയങ്ങളിലൂടെ ജീവിതം നടത്തേണ്ടി വരുന്നു. എങ്കിലും അവന്റെ ഉള്ളിൽ ഒരു വലിയ ആധിയാണ്. മരിക്കണമെങ്കിലും ജീവിക്കണമെങ്കിലും അവനൊരു കൈത്താങ്ങ് ആവശ്യമാണ്. മരണത്തിലേക്ക് പോകണമെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിലും ഒരു കൈത്താങ്ങ് ഈ വ്യക്തിമയ്ക്ക് ആവശ്യമാണ്. അവൻ നിലവിളിക്കുന്ന കർത്താവെ, ആരെങ്കിലും എന്നെ നയിക്കാൻ സഹായിക്കും, ആരെങ്കിലും അല്ലെങ്കിൽ എന്നെ ഒരു ജീവിതത്തിലേക്ക് ചെറിയ ചെറിയ മാനസിക പരിഗണനകൾ എനിക്ക് നൽകൂ എന്ന് ഈ വ്യക്തിമായി ഈ തെരുവിൽ നിന്ന് നിലവിളിക്കുകയാണ്. ഇന്ന് അനേക രോഗികൾ അപ്രകാരം നിലവിളിക്കുന്നുണ്ട്. ഞങ്ങളെ ഒന്ന് സഹായിക്കൂ, ഞങ്ങളെ ഒന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകൂ, ഞങ്ങളെ ഒന്ന് ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ ഞങ്ങളെ എത്തിപ്പിക്കൂ. ഇന്ത്യ മഹാരാജ്യത്തും പല രോഗികളും പല നഴ്സുമാരും ഈ വൈറസ് വ്യാപനത്തിൽ മുറവിളിക്കുകയാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ ഞങ്ങൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകും. ഞങ്ങൾ എത്ര ദിവസമായി വേണമെങ്കിലും ഞങ്ങൾ നിരീക്ഷണത്തിലിരിക്കാൻ തയ്യാറാണ് എന്നവർ മുറവിളിക്കുകയാണ്. ഇവിടെ വ്യക്തമായി എങ്ങനെയാണ് എന്നെ ഒന്ന് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകൂ എന്ന് നിലവിളിക്കുന്നു, അല്ലെങ്കിൽ എന്നെ മരിക്കാൻ സഹായിക്കൂ എന്ന് നിലവിളിക്കുന്നു. പ്രിയമുള്ളവരെ, അന്ധതയുടെ ഇരുളിന്റെ മറവിൽ മനുഷ്യൻ പലപ്പോഴും ദൈവമുഖം മറച്ച്, ദൈവം മാനുഷികമായ മുഖങ്ങൾ മറച്ച് ഇരുളിന്റെ മറവിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങളും ഇന്ന് അനീതികളും ലോകത്ത് ഒത്തിരിയേറെയുണ്ട്. മനുഷ്യരുടെ കണ്ണുകൾ വഴി, ലോകത്തിന്റെ കണ്ണുകൾ വഴിയും മനുഷ്യൻ പാപത്തിലേക്ക് വഴി വീഴുകയാണ്. നോവയുടെ കാലം പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു മുഖം മറച്ചുള്ള മനുഷ്യന്റെ പ്രവൃത്തി ദോഷമാണ് വലിയൊരു പ്രളയത്തിലേക്കും വലിയ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഹോമിക്കപ്പെടുവാനിടയായത്. ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ ലോകത്തിൽ നടമാടുന്ന അരാജകത്വങ്ങളും അതിക്രമങ്ങളും. അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്കപ്പുറമായി, ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധിക്കപ്പുറമായി തങ്ങളുടെ ജീവിതങ്ങളെ ഈ ലോകത്തേക്ക് കൊടുക്കുമ്പോൾ അതൊരു അധാർമികതയായി മാറുന്നു. മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്നു, പാപത്തിലേക്ക് കൂട്ടുകൊത്തിക്കൊണ്ടിരിക്കുന്നു. വേഗം വിനാശമെന്ന വലിയ പ്രതിസന്ധി ഓരോ ജീവിതങ്ങളെയും അല്ലെങ്കിൽ സാധാരണക്കാരെയും നീതിമാന്മാരെയും ഇങ്ങനെ മൂടപ്പെടുന്ന ഒരു അനുഭവം ഇത് കാണാൻ കഴിയുകയാണ്. അതുകൊണ്ട് നമുക്ക് സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കാം. കൃത്യമായി പല സഹായങ്ങളും അവൻ പലരോട് ചോദിക്കുകയാണ്. മറ്റുള്ളവർ ആശ്വാസവാക്കുകൾ പറയുന്നത് നിനക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റില്ല. ചിലർ പറയുന്നു ജീവിതത്തിലേക്ക് നിനക്ക് മടങ്ങി വരാൻ പറ്റില്ല. എന്നാൽ ചില ശബ്ദങ്ങളിൽ മാത്രം, മാനുഷികമായ ശബ്ദങ്ങൾ മാത്രം. ഇതിനിടയിലും പല വെല്ലുവിളികളുണ്ട്, ശാസ്ത്രങ്ങൾ
സൗഖ്യമെന്ന അവന്റെ ജീവിതത്തിൽ കത്തുന്ന അഗ്നി അത് യേശുവിലേക്ക് അടുപ്പിക്കുവാനായി ഇടയായി. പ്രിയമുള്ളവരെ, കർത്താവ് ഒരുവന്റെ അടുക്കൽ വരുന്നത് സൗന്ദര്യം കണ്ടല്ല, അവന്റെ ആരോഗ്യം കണ്ടല്ല, യോഗ്യതകൾ കണ്ടല്ല, പ്രതാപം കണ്ടല്ല. അവന്റെ ഉള്ളിലെ മനോവേദനയും ദൈവത്തെ സ്വീകരിക്കുവാനുള്ള ഒരു വലിയൊരു ഉൾവലിയുമാണ്, അവന്റെ ഹൃദയ ഒരുക്കമാണ് ദൈവത്തിന്റെ ദൃഷ്ടി അവനിൽ പതിക്കുന്നത്. അവിടെ കൂടിയിരുന്നവർ തിമായിയെ പോലെ എത്രയോ പേർ വേദനയുള്ളവരായിരുന്നു. പക്ഷേ അവർ ദൈവമുഖം അന്വേഷിക്കുന്നില്ല. എത്രയോ പേർ ഇരുളിൽ താമസിക്കുന്നവരായിരുന്നു, അവരും ദൈവമുഖം കണ്ടില്ല. എത്രയോ പേർ തങ്ങളുടെ സൗന്ദര്യങ്ങളിലും ഉയർച്ചകളിലും അലങ്കരിക്കുന്നവരുണ്ടായിരുന്നു, അവർക്കും ദൈവമുഖം എന്ത് ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ മനുഷ്യന്റെ ബദ്ധമായ നിലവിളി അവൻ ഉള്ളുകൊണ്ട് നിലവിളിച്ചപ്പോൾ യേശുവിന്റെ സമീപ്യം വേഗം പ്രാപ്തമാക്കുകയാണ്. അവന്റെ അടുക്കൽ യേശു വരികയാണ്. നസറേയനായ യേശു പോകുന്നുവെന്ന് അവന്റെ ഉള്ളിൽ കേട്ടപ്പോൾ ഇതുവരെ ഒത്തിരി ആളുകൾ അതുവഴി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ശബ്ദങ്ങളൊന്നും അവനിലേക്ക് ആകർഷിപ്പിച്ചില്ല. അതൊരു ശബ്ദങ്ങളായി മാറിപ്പോയി. എന്നാൽ ഈ മനുഷ്യന്റെ ശബ്ദം ഇതാ നസറേയനായ യേശു കടന്നു പോകുന്നത് കേട്ടപ്പോൾ അവൻ അതിദയനീയമായി നിലവിളിക്കുവാൻ തുടങ്ങി. ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നവൻ അതിയായി നിലവിളിച്ചു. ഒരു നാണയത്തിന് പോലും അവൻ ഇപ്രകാരം നിലവിളിച്ചിട്ടുണ്ടാകത്തില്ല. മറ്റുള്ളവരെ കൈവിളിക്കുന്ന ഒരു നാണയത്തിന് പോലും അവൻ ഇങ്ങനെ ഒരു നിലവിളി കൂട്ടിയിട്ടുണ്ടാവില്ല. നസറേയനായ കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. അവന്റെ അടുക്കൽ യേശു വന്നപ്പോൾ 1000 പേർ കടന്നു വരുന്നതിന് തുല്യമായി യേശുവിന്റെ വരവ്. 1000 പേർ അവന്റെ അടുക്കൽ ആശ്വാസവാർത്തമായി വരുന്നതിനപ്പുറമായിരുന്നു യേശുവിന്റെ വരവ്. 1000 പേർക്ക് അതിനപ്പുറമായിരുന്നു, പറയാനില്ല, 10,000 പേർക്ക് തുല്യമായിരുന്നു ഈ യേശുവിന്റെ വരവ്. തന്റെ അടുക്കൽ അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവന്റെ മനോവേദനകൾ ഭാരങ്ങൾ പറഞ്ഞു. മറ്റു മനുഷ്യരോട് പറയുന്നതിനേക്കാളും കൂട്ടു സഹോദരന്മാർ പറഞ്ഞതിനേക്കാളും ആ ദേശത്തിലെ മറ്റു പ്രധാന അധിപന്മാരോട് അവന്റെ വേദന പങ്കുവെച്ചില്ല. അവന്റെ ചരിത്രം അവൻ പറഞ്ഞില്ല. പക്ഷേ ഈ മനുഷ്യൻ യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ അവന്റെ ജീവിതത്തിലെ ആകുലതകളും ഭാരങ്ങളും വേദനകളും അവൻ ഏത് നിലയിൽ എങ്ങനെയായി എന്നൊക്കെയും പറയുവാനിടയായി. അവന്റെ പൂർവ്വപിതാക്കന്മാരുടെ അപ്പനമ്മമാരുടെ തലമുറകൾ വരെ സന്ദർശിക്കും, പാപം തലമുറകൾ വരെ സന്ദർശിക്കുമെന്ന പുസ്തകം പഠിക്കുമ്പോൾ ഏതോ ഒരു സംഗീതത്തിലായിരിക്കും അവൻ പ്രതിയെ കുരുടനായി മാറ്റപ്പെടുവാനിടയായത്. എങ്കിലും അവൻ ദൈവത്തെ അന്വേഷിക്കുവാനിടയായപ്പോൾ ഒരു സമൂഹത്തിന് അവൻ മാതൃകയായി മാറി, ദേശത്തിന് മാതൃകയായി തീർന്നു. ദൈവത്തെ അന്വേഷിക്കാത്തവർക്ക് ഒരു മാതൃകയായി തീർന്നു തിമായിയുടെ സൗഖ്യം. ദൈവത്തെ കണ്ടെത്താത്തവർക്ക് ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഒരു മാതൃകാപരമായ ജീവിതമായി മാറി. യെശയ്യാ പ്രവാചകൻ പറയുന്നു, യഹോവയെ കണ്ടെത്താവുന്ന സമയം അവനെ അന്വേഷിപ്പേൻ, അവൻ അടുത്തിരിക്കുന്ന സമയം അവനെ വിളിച്ചന്വേഷിക്കുന്നതാണ്. അവൻ യഹോവയെ കണ്ടെത്താവുന്ന ഒരു സമയമാണ് ഈ നാളുകൾ. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ മക്കൾക്ക് ദൈവത്തെ കണ്ടെത്താവുന്ന സമയം, മാതാപിതാക്കൾക്ക് ദൈവത്തെ കണ്ടെത്താവുന്ന സമയം, സഭയ്ക്ക് ദൈവത്തെ കണ്ടെത്താവുന്ന സമയം, ഒരു സമൂഹത്തിന് ദൈവത്തെ കണ്ടെത്താവുന്ന സമയമാണ് ഈ സമയം. അതിന് പ്രാർത്ഥനയോടെ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിനിയോഗിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒരു ആരാധന അനുഭവമുള്ള കുടുംബങ്ങളായി, ദൈവസ്ഥാനത്തുള്ള ആലയങ്ങളായി മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ്. ഇവനെ ദൈനികമായ ജീവിതം യേശുവിനെ അടുപ്പിക്കുകയും അവന്റെ വേദനകൾ പറയുകയും അവനെ യേശു സൗഖ്യത്തിന്റെ അവനെ പുതപ്പെടുക്കുവാൻ പറയും. ഇന്നുവരെയും അവരുടെ പുതപ്പ് അന്നത്തെ യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് അംഗഹീനർക്ക് വിശേഷമായ വസ്ത്രം കൊടുക്കാറുണ്ട്. അവരുടെ രോഗത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് ഓരോ വസ്തുതകൾ കൊടുക്കാറുണ്ട്. ഇവൻ കാഴ്ചയില്ലാത്തവനാണ്, അതുകൊണ്ട് അന്നത്തെ പ്രമാണം അനുസരിച്ച് അവന് പുതപ്പ് കൊടുക്കുമായിരുന്നു. അവൻ ഉറങ്ങുന്നതിനും ഉച്ചയായിരിക്കുന്നതിനും ഈ പുതപ്പ് അവനേറെ സഹായിച്ചുകൊണ്ട് രാത്രിയിൽ അവന് ഗാഠനിദ്രയായി, പ്രഭാതത്തിൽ മറ്റുള്ളവരുടെ ചില്ലറകൾ നാണയത്തുട്ടുകൾ ശേഖരിക്കുന്ന ഒരു സഞ്ചിയായി ഈ പുതപ്പ് മാറ്റപ്പെടുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, ഈ പുതപ്പിനെ എടുക്കുവാൻ പറഞ്ഞു. ഈ ലോകത്തിലെ ഒരു മനുഷ്യനോട് പറഞ്ഞില്ല, നീ നിന്റെ പുതപ്പെടുത്ത് വീട്ടിലേക്ക് പോ, അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് വാ, നിനക്ക് സുരക്ഷിതമായിട്ട് ഇരിപ്പിടവും കിടപ്പിടവും ഞാൻ ഒരുക്കി തരാമെന്ന അവനെ സമീപിച്ച ഒരു മനുഷ്യനും പറഞ്ഞില്ല. പക്ഷേ യേശു കർത്താവ് അവനോട് പറഞ്ഞു, നീ ആത്യന്തികമായി നിനക്ക് നൽകപ്പെടുക, പാരമ്പര്യമായി നിനക്ക് ഈ പ്രമാണികൾ നൽകിയിരിക്കുന്ന പുതപ്പിനെ നീ എടുക്കുക, നീ ചാടി എഴുന്നേൽക്കുക. നിന്റെ വിശ്വാസമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. നിന്റെ വിശ്വാസം, നിന്റെ വിശ്വാസത്തിലുള്ള പ്രവൃത്തിയെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ആ പ്രവൃത്തി യേശു കണ്ടു. അവന്റെ വിശ്വാസം ഉള്ളിൽ കത്തുന്ന അഗ്നി കണ്ടു, സൗഖ്യത്തിന് വേണ്ടി അഗ്നി കണ്ടു. യെശയ്യാ പ്രവാചകനും ഇത് തന്നെയാണ്. അവൻ രോഗം വന്നപ്പോൾ തന്റെ മുഖത്തെ ചുവരോട് ചേർത്തവൻ വളരെ വിനീതമായി പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് സൗഖ്യം ലഭിക്കണമേ, ഞാൻ ചെയ്ത തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്, അതിനോട് ക്ഷമിക്കണമേ. ആ ഒരു പ്രാർത്ഥന ധൈര്യമായ തന്റെ തലയെ ചുവരോട് ചേർത്തവൻ പ്രതിഷ്ഠിച്ചപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. അവരുടെ സമയം നോക്കുന്നില്ല, അവന്റെ ആരോഗ്യത്തെയല്ല നോക്കുന്നത്. അവന്റെ ഭവനം ചീട്ടുകൊട്ടാരം പോലെ ചിതറിക്കിടക്കുകയാണ്. ചിതറിക്കിടക്കുന്ന ഒരു ജീവിതമായി ഭവന കാര്യങ്ങളെല്ലാം ക്രമം കെട്ടി കിടക്കുകയാണ്. ഇപ്പോൾ ഈ സ്ഥാനത്താണ്
തന്നെ ആക്കി വെച്ചതിന് മുമ്പിലും തന്റെ കുടുംബത്തിലും ദേശത്തിന് മുമ്പിലും യേശുവിനെ സാക്ഷ്യം പരത്തുവാനായി അവൻ ഓടി ഇറങ്ങുവാൻ ഇടയായി. ഇതായിരിക്കട്ടെ നമ്മുടെ ഈ നാളുകളിലെ ജീവിതം. കർത്താവിന്റെ സാക്ഷ്യത്തെയും ആ ഒരു മഹത്വത്തെയും വർദ്ധിക്കുവാൻ നാം പുറപ്പെടുക, ശക്തി പ്രാപിക്കുക. നമ്മുടെ കുടുംബങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കുടുംബമല്ല, ഒന്നുമില്ലാതിരിക്കുന്ന ശൂന്യതയുടെ കുടുംബമല്ല. ഈ ഓരോ ദൈവശബ്ദവും നമ്മുടെ ഭവനങ്ങളിൽ വിടുന്ന ദൈവശബ്ദവും ഒരു വർദ്ധിപ്പിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, ആയുസ്, ശക്തി, കരുത്ത് വർദ്ധിപ്പിക്കുന്നതായിരിക്കട്ടെ. അതിന് വിശ്വാസം എന്ന ഉൾക്കാഴ്ച ഏറെ ആവശ്യമായിരിക്കുന്നു. വിശ്വാസം എന്ന ഒരു വലിയ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങേണ്ടതുണ്ട്. ആ വിശ്വാസത്തിൽ നമ്മെ ശക്തിപ്പെടുത്താൻ, ഒരുക്കാം, അനുഗ്രഹിക്കാം. തിമായി പ്രാപിച്ച വിശ്വാസം അവനെ അന്ധത എന്ന വലിയ മാറ്റിനെ അവന്റെ ഉള്ളത്തിൽ നിന്ന് നീക്കിക്കൊടുത്തു. പുറം ലോകത്തെത്തുവാനും ദൈവത്തെ ഉദ്ഘോഷിക്കുവാനും സമൂഹത്തിലേക്ക് ഇറങ്ങുവാനും കുടുംബത്തിലേക്ക് ഇറങ്ങുവാനും കുടുംബത്തിൽ അവൻ നഷ്ടപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും മകനെന്ന സ്വന്തം അംഗീകാരം നേടിയെടുക്കുന്നതിനും കുടുംബത്തിലും ദേശത്തിലും അവൻ തിമായിന്റെ മകനെന്നതായ വ്യക്തമായ ഐഡന്റിറ്റി ക്രിസ്തുവിലൂടെ അവൻ നൽകി. അവൻ തിരിച്ചു ഭവനത്തിൽ ഒരു പിതാവിനും അമ്മയ്ക്കും ഒരു ഓമനപുത്രനായി തുടർന്ന് ജീവിക്കുകയാണ്. ഇതാണ് ദൈവം തരുന്ന അംഗീകാരം. നഷ്ടപ്പെടലില്ലെന്നോ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് പോകുവാനുള്ള ഒരു വലിയൊരു ആഹ്വാനമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എവിടെയാണ് അസ്തമിച്ചോ, എവിടെയാണ് തകർന്നു പോയത്, അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുവാനും നമ്മുടെ ആത്യന്തികമായ സാഹചര്യങ്ങളിൽ നിന്ന് പരിമിതികൾ എഴുന്നേറ്റുകൊണ്ട് കർത്താവ് അയക്കുന്നിടത്തും കർത്താവ് നിർത്തുന്നിടത്തും നമുക്ക് ഒരു പുതുമയുള്ള ഹൃദയത്തോട് നിൽക്കാം. പരിശുദ്ധാത്മാവ് ഈ സൗഖ്യവും സന്തോഷവും സമാധാനവും ഈ ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്ന മഹാമാരിയും എല്ലാവരും കൂടുതലും ആശ്വാസവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, നന്മകൾ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് എഴുന്നേൽക്കുന്ന 221-ാമത്തെ ഗീതത്തിലെ ചില ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. വേഗം വരുമെന്ന
ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നതിനും ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുന്നതിനും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ മക്കളെ ജീവിത മേഖലകളെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ അടഞ്ഞു കിടക്കുന്ന അനുഭവങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങൾക്ക് സാധാരണമായ അനുഭവങ്ങളെ കർത്താവ് നൽകി സ്വാതന്ത്ര്യത്തെ നൽകി അവിടെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങൾ അടയപ്പെട്ടിരിക്കുന്ന അനുഭവം സകല മേഖലകളും ജീവിതത്തിന്റെ സകല മേഖലകളും അടയപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. കർത്താവെ, ഞങ്ങൾ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ നാളുകളിൽ ഞങ്ങൾ കർത്താവാലയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് ആരാധിക്കണം. ആ സ്വാതന്ത്ര്യത്തെ കർത്താവ് ഈ നാളുകളിൽ നൽകി രോഗവ്യാപനത്തിൽ നമ്മൾ സംരക്ഷിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൃത്യമായി കാഴ്ചയെന്ന അന്ധതയെന്ന വലിയ മതിലുകൾ ധരിച്ചുകൊണ്ട് അവൻ ലോകത്തിലേക്ക് അവനൊരു കാഴ്ചയുള്ളവനായി, അവൻ ദൈവകൃപയുള്ളവനായി കർത്താവെ മാനിക്കാതെ ഇരുന്ന ലോകത്ത് ദൈവം ഒരു പുതിയ മാനവും ജീവിതത്തിൽ പുതിയ ഉയർച്ചയും അന്ധതയുടെ മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങി കിടക്കുമെന്ന് ചിന്തിച്ച പലരുടെയും ചിന്തകൾക്ക് മുമ്പിൽ വ്യർത്ഥമായി ഒരു നവലോകം കാണുവാൻ കർത്താവിന് സാധ്യമാക്കിയതുപോലെ പരിശുദ്ധാത്മാവെ, ഈ നാളിൽ ഞങ്ങൾ ഒതുങ്ങിയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ അങ്ങേ സേവിക്കുന്നതിനും ആരാധിക്കുന്നതിനും പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള സഹായിക്കണമേ. രോഗത്താൽ ഭാരതത്തിലായിരിക്കുന്നവരെ അവിടെ സൗഖ്യമാക്കണമേ. പ്രവാചകന് അവിടെ നൽകിയ സൗഖ്യം, വ്യർത്ഥമായിക്ക് നൽകിയ സൗഖ്യം, ഇതുപോലെ ആരെങ്കിലും ഭവനത്തിൽ നിരാശയോടോ രോഗത്തോടോ വേദനയോടോ ആയിരിക്കുന്നതും ഭയപ്പെടാതെ കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനം ഇതിമായുടെ ജീവിതത്തിലൂടെ വചനത്തിലൂടെ അവിടെ നൽകിയതിനായി നന്ദി കർത്താവേ. വിശ്വാസത്തെ ഞങ്ങൾ മടങ്ങി വരുവാൻ ഞങ്ങൾ പൂർണ്ണതയിലേക്ക് വന്ന ആ ഒരു സ്വാഭാവിക ചിന്ത ജീവിതത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരുവാൻ, അങ്ങേ ആരാധിക്കുന്ന ഒരു സമൂഹമായി ഭവനങ്ങളായി വരുവാൻ, അങ്ങേ പൂർണ്ണമായി സ്നേഹിക്കുന്ന ഞങ്ങൾ കുടുംബങ്ങളായി വരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പ്രതിസന്ധികൾക്കിടയിലും ഞങ്ങൾ ദൈവവിശ്വാസത്തിൽ അന്യമായി പോകുന്നവരായിട്ടല്ല, ഞങ്ങൾ കൂടുതൽ തീവ്രതയുള്ള വിശ്വാസത്തിലേക്കും തീവ്രതയുള്ള ദൈവിക ബന്ധത്തിലേക്കും ഞങ്ങളുടെ ജീവിതങ്ങൾ കടന്നു വരുവാൻ, ഞങ്ങൾ പുതിയ സൃഷ്ടികളായി മാറ്റപ്പെടുവാൻ കർത്താവ് സഹായിക്കും. വചനം ശ്രമിച്ച എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. നാലാമത്തെ പങ്കെടുത്ത എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവിടെ കർത്താവ് ഞങ്ങളോടൊപ്പം ശുശ്രൂഷ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ സഹോദരങ്ങളെ അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയദാസൻ കർത്താവെ, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങളെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഭവനങ്ങളായിരിക്കുന്ന യേശു മുഖാന്തരം പ്രാർത്ഥനകൾ പിതാവേ, ആമേൻ. വിഴാതെ കിടന്നവരെ സൂക്ഷിച്ചതിന്റെ മഹിമാസന്ധി കളങ്കമില്ലാത്തവരായ അനുഭവത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ സർവകാലത്തിലും ഇപ്പോഴും സദാകാലത്തോടും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആശീർവാദങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമെപ്പോഴും നിങ്ങളോടുകൂടെ സഹവസിക്കുമാറാകട്ടെ. ആമേൻ. Yeah.